ഹായ് ഫ്രണ്ട്സ്, രുചിമേളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്മീൻ കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയിലോട്ട് നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി അല്പം കുരുമുളകും ജീരകവും ചെറിയ ജീരകവും കൂടി ഇട്ടു. പിന്നെ നമ്മൾ കൊച്ചുള്ളി ഇട്ടു. ഇത് നന്നായി വരട്ടെ. അല്പം ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു. സവാള കൊത്തി എറിഞ്ഞത് ചേർത്തു. ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കണം. ഇനി ഒരു തക്കാളി ചെറിയ പീസായത് കേട്ടോ, ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചത് തക്കാളിയും ചേർത്തു. ഇനി ഇതൊക്കെ നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കൂ. വീഡിയോയ്ക്ക് സപ്പോർട്ടായി ലൈക്കും കമൻറ്റും കൂടെ തരണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് മസാല ഒന്ന് സെറ്റ് ആവട്ടെ. അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു നന്നായി വഴറ്റി. നമ്മൾ ഇതിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ മസാല കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കറിയിലേക്കുള്ള അരപ്പ് മസാല അതുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇരുന്നോട്ടേ വിചാരിച്ചു. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമുക്ക് അല്പം മല്ലിപ്പൊടി ചേർക്കാം. ഇനി കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടികളിലൊക്കെ ഒരു പച്ചക്കുത്ത് മണം മാറിക്കിട്ടട്ടെ കേട്ടോ. അങ്ങനെ മസാലയൊക്കെ സെറ്റായി, എണ്ണയൊക്കെ തെളിഞ്ഞു, നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയ്ക്ക്. നമ്മുടെ മുളകും മല്ലിയും എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അല്പം കുറച്ച് മാറ്റിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. ബാക്കി വെള്ള മസാലയ്ക്ക് നമ്മൾ കുടംപുളി നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴുകിയിട്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിള വരട്ടെ. തിള വരുമ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ ചേർത്ത് കൊടുക്കാം. ബാക്കി മസാല മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ച് പേസ്റ്റാക്കി തരാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെമ്മീനിലെ ഉപ്പും മുളകും മഞ്ഞളും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നു. അതിന് നമുക്ക് ചെമ്മീൻ ചേർക്കാം. ചെമ്മീന് വേവ് കുറവാണ്. അപ്പോൾ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. നമുക്ക് ഒരു ചെറിയ തള വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഞാൻ മസാല വഴറ്റുന്ന സമയത്ത് കറിവേപ്പില ചേർത്തിട്ടില്ല. കറി ഒന്ന് സെറ്റായി. അപ്പോൾ കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ കറിവേപ്പില ചേർക്കുന്നത്. കറിവേപ്പില ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മണവും ആ രുചിയൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ടാണ്